ഇപ്പോൾ നമ്മൾ അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് വേറെ ടൈപ്പ് ഓഫ് റിലേനെ കുറിച്ച് പഠിച്ചു. ഇത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേ. സോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്ന റിലേകളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ റിലേസ് എന്ന് പറയുന്നത്. അത് സിമിലർ ടു ദി വർക്കിംഗ് ഓഫ് അവർ ഇൻഡക്ഷൻ മോട്ടർ ആണ്. ഓക്കെ, അതായത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണത് കാരണം കൊണ്ട് വേറൊരു കോയിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. സോ ഈ ബേസിക് പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ അപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഓവർ കറന്റ് റിലേ, ഡയറക്ഷണൽ റിലേ, ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിൽ രണ്ട് കോയിലുകൾ തന്നിട്ടുണ്ട്. അതിൽ റൊട്ടേറ്റിംഗ് ഡിസ്കുകളാണ് ഉണ്ടാവുക. സോ റൊട്ടേറ്റിംഗ് ഡിസ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ട് സർക്യൂട്ടിൽ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫ്ലക്സ് കാരണം കൊണ്ട് രണ്ട് ടൈപ്പ് കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഡ്യൂ ടു ദിസ് ഫ്ലക്സും ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാകുന്നതുകൊണ്ടുള്ള കറണ്ട് കാരണം കൊണ്ടും ആ ഡിസ്കിന് ഒരു റൊട്ടേറ്റിംഗ് ടോർക്ക് കിട്ടുന്നു. ഓക്കെ, റൊട്ടേറ്റിംഗ് ടോർക്ക് കിട്ടുന്നു. ആ റൊട്ടേറ്റിംഗ് ടോർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ റിലേസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ വീണ്ടും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വാട്ട് എവർ മീറ്റർ ഇൻഡക്ഷൻ ഡിസ്ക് ടൈപ്പ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോമൺ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം നമ്മൾ ഒരു കോയിലൂടെ കറണ്ട് പാസ് ഇടുന്നത് കൊണ്ട് അതിൽ ഫ്ലക്സ് ലൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫ്ലക്സ് ലൈൻസിനെ കട്ട് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഫ്ലക്സ് ലൈൻസ് ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം കൊണ്ടോ മറ്റേ കോയിലിൽ EMF ഇൻഡ്യൂസ് ആവുന്നു. ഓക്കെ, ഇതിനെയുള്ള നമ്മൾ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള എല്ലാ ടൈപ്പ് റിലേസും ഏകദേശം ഇതേപോലെ തന്നെ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് എവർ മീറ്റർ ഇൻഡക്ഷൻ ഡിസ്ക് ടൈപ്പ് എന്ന് പറയുന്നതിൽ നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണെങ്കിൽ ഇതിൻ്റെ ആദ്യം അതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. ഇതിനെ നമ്മളൊരു ഫസ്റ്റ് വൺ ഇവിടെ കാണുന്നതിന് നമ്മളൊരു ഈ ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റ് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് ഒരു ഈ ഷേപ്പിലുള്ളത് കൊണ്ടാണ് ഈ ആൽഫബറ്റിക് ഇംഗ്ലീഷ് ആൽഫബറ്റിക് ക്യാപിറ്റൽ ലെറ്റർ E പോലുള്ള ഷേപ്പ് ആയതുകൊണ്ടാണ് അതിന് ഈ ടൈപ്പ് ഷേപ്പ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ I1 എന്ന് എടുക്കുന്നു. അപ്പോൾ അതിലൂടെ നമ്മളൊരു കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കറണ്ട് ഇതിലൂടെ പോകും. കറണ്ട് പുറത്തേക്ക് വരുന്ന രീതിയിൽ കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേ കോയിൽ. അതിൽ തന്നെ നമ്മൾ സെക്കൻഡറി കോയിലും കണക്ട് ചെയ്യുന്നു. അതിലൂടെ നമുക്ക് കാണാം I2 എന്നുള്ള കറണ്ട് പാസ് ചെയ്യുന്നു. അവിടെ ഉണ്ടാകുന്ന ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് Φ1 ആണ്. അപ്പോൾ ഇവിടെയുള്ള I2 ഫ്ലോ ആവുന്നുണ്ട്, ഇവിടെയുള്ള I1 ഉള്ള കറണ്ട് ഫ്ലോ ആവുന്നുണ്ട്. അപ്പോൾ I1 എന്നുള്ള കറണ്ട് കാരണം കൊണ്ടും ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു, I2 എന്നുള്ള കറണ്ട് കാരണം കൊണ്ടും ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഈ രണ്ട് ഫ്ലക്സിൻ്റെയും കറണ്ട് ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ നടുവിലുള്ള ഈ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ആവുന്നത്. ഓക്കെ, ഈ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ആവുന്നു. സോ ഈ അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ അറ്റത്ത് ഒരു ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു കോയിൽ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. സോ നമുക്കിപ്പോൾ പൊസിഷൻ 1 പൊസിഷൻ 2 എന്ന് വിചാരിക്കുക. അപ്പോൾ പൊസിഷൻ 1 ഇരിക്കുന്ന സമയത്ത് സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, സർക്യൂട്ട് ക്ലോസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ റിലേ സർക്യൂട്ടിലേക്ക് ഒന്നും എനർജൈസ് ചെയ്യില്ല. അതിനുശേഷം എന്തെങ്കിലും ഫാൾട്ട് നടക്കുമ്പോൾ ഈ ഫ്ലക്സിന്റെ ചേഞ്ചസ് കാരണം കൊണ്ട് അത് പൊസിഷൻ 2ലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വന്ന് നിൽക്കുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കോണ്ടാക്ട് എവിടേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ്ഡ് ആവും, അതിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവും. അപ്പോൾ ഇതാണ് ഒരു വാട്ട് അവർ മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പ് റിലേ എന്ന് നമുക്ക് പറയുന്നത്. സോ ഇവിടെ ഒരു പ്രൈമറി കോയിൽ ഉണ്ട്, സെക്കൻഡറി കോയിൽ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ മേലെയുള്ളത് ഈ ടൈപ്പ് കോയിൽ നിന്നും താഴെ കാണിച്ചിരിക്കുന്ന ഇതിനെ നമ്മൾ C ടൈപ്പ് കോയിൽ നിന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ നടുവിൽ ഈ ഒരു ഡിസ്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് മെക്കാനിക്കൽ ആയിട്ടുള്ള റൊട്ടേഷൻസ് തരുന്നത്. അപ്പോൾ രണ്ട് കോയിലിലും ഉണ്ടാകുന്ന ഫ്ലക്സ് ചേഞ്ചസിന്റെ ഡിഫറൻസ് കാരണം കൊണ്ട് നടുവിലുള്ള അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് കാരണം നമുക്ക് ട്രിപ്പ് കോയിൽ എനർജൈസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് വാട്ട് എവർ മീറ്റർ ഇൻഡക്ഷൻ ടൈപ്പ് റിലേ എന്ന് പറയുന്നത്. അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡ്രൈവിംഗ് ടോർക്കിന്റെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. രണ്ട് ഇതിന്റെയും ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് Φ1 5 ഇൻറ്റു സൈൻ തീറ്റ. അതായത് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സിനാണ് ടോർക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സിന്റെ ഡിഫറൻസ് കാരണം കൊണ്ട് അതിനൊരു ടോർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടോർക്ക് കാരണം കൊണ്ട് നടുവിലുള്ള ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നു.
ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഷേഡഡ് പോൾ ഇൻഡക്ഷൻ ടൈപ്പ് റിലേ. ഇതും അതേപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 5-1 എന്നും 5-2 എന്നും എന്നുള്ളതിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് I1 I2 എന്നുള്ള രണ്ട് കറണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യിച്ചു രണ്ട് കോയിൽ ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇവിടെ നമ്മളൊരു ഷേഡഡ് പോൾ ഇൻഡക്ഷൻ മോട്ടറൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു ഷേഡഡ് റിംഗ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഷേഡഡ് റിംഗ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is shaped with the help of a copper band or ring. This is called shaded ring. അപ്പോൾ നമ്മൾ നടുവിൽ കണക്ട് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഡിസ്കിനെ നമ്മൾ രണ്ട് ഫേസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഷെയ്ഡഡ് റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കോയിലിൽ ഉണ്ടാകുന്ന നോർമൽ ഫ്ലോ ഓഫ് കറണ്ട് കാരണം കൊണ്ട്, അല്ലെങ്കിൽ നോർമൽ ചേഞ്ച് ഓഫ് ഫ്ലക്സ് കാരണം കൊണ്ട് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് നിൽക്കും. പക്ഷെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമുക്ക് അവിടെ ഷോർട്ട് സർക്യൂട്ടോ വലിയ സംഭവിക്കുകയാണെങ്കിൽ ഡ്യൂ ടു ദ ഫേസ് ഡിഫറൻസ് ഈ നടുവിലുള്ള ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യും. ഈ നടുവിലുള്ള ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനേതായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ട്രിപ്പ് സർക്യൂട്ട് എനർജൈസ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഇൻഡക്ഷൻ കപ്പ് സ്ട്രക്ചർ. അപ്പോൾ ഇൻഡക്ഷൻ കപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നടുവിൽ ഒരു ഇൻഡക്ഷൻ മോട്ടർ പോലെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോയിലുണ്ട്, ഒരു സ്റ്റേഷനറി കോർ ഉണ്ട്, ഒരു റോട്ടർ ഉണ്ട്. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിൽ നോക്കുമ്പോൾ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോർ പോലെ നടുവിലൊരു റോട്ടർ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് പോലെ ഒരെണ്ണം വെച്ചിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു സ്റ്റേഷനറി കോർ പോലെയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലും സാധാരണ അതേപോലെ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് കറണ്ട് I1 ആൻഡ് I2 ഉണ്ട്. ഓക്കെ, I1 ആൻഡ് I2 അത് ഫ്ലക്സ് രണ്ടെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു, 5-1 ആൻഡ് 5-2. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ ഇതിൽ റൊട്ടേറ്റ് ചെയ്യൊന്നുമില്ല. എന്തെങ്കിലും ഫോൾട്ട് സംഭവിക്കുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ആകുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ നടുവിലുള്ള റോട്ടർ എന്ന് പറയുന്നത് ഈ ട്രിപ്പ് സർക്യൂട്ടിൽ തട്ടുന്നു. ട്രിപ്പ് സർക്യൂട്ടിൽ തട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനർജൈസ് ആവുന്നു. ഓക്കെ, ഇതാണ് ഒരു ഇൻഡക്ഷൻ ടൈപ്പ് സ്ട്രക്ചറിലുള്ള കോയിൽ എന്ന് പറയുന്നത്. അടുത്ത് തെർമൽ റിലേ. ഓക്കെ, ഈ തെർമൽ റിലേ നമുക്ക് ആദ്യം ഫിഗർ നോക്കാം. ഫിഗറിൽ നമുക്ക് തെർമൽ റിലേ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ട്. ഓക്കെ, ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു മെറ്റൽ ഉണ്ടാവും, താഴെ ഇവിടെ ഒരു മെറ്റൽ ഉണ്ട്. അതിനാണ് നമ്മൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്യൂബ്ലൈറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാർട്ടർ നമുക്കറിയാം അല്ലെ. സ്റ്റാർട്ടർ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സ്റ്റാർട്ടറിന്റെ വർക്കിംഗ് ഫ്ലോർസ് ആൻഡ് ലാമ്പിലുള്ള സ്റ്റാർട്ടറിന്റെ വർക്കിംഗ് പോലെ തന്നെയാണ് ഈ ഒരു ബൈമെറ്റാലിക് സ്ട്രിപ്പ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ ഒരു ഹീറ്റിംഗ് കറന്റ് പാസ് ചെയ്യണം. ഹീറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിന്റെ ബെൻഡിങ്, ഓക്കെ, എങ്ങനെയാണോ ഇത് ബെൻഡ് ചെയ്യണം, എവിടെ പോയി ടച്ച് ചെയ്യണമെന്ന് അനുസരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്, റിലേ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നോർമൽ പൊസിഷനിൽ ഇവിടെ പോകുമ്പോൾ H=I²RT എന്നുള്ള ഒരു കറന്റ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നോർമൽ ഒരു വാല്യൂ വരെ ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ നമുക്ക് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറന്റ് നമ്മൾ പ്രീസെറ്റ് വാല്യൂവിനേക്കാൾ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോയിൽ ഹീറ്റ് ആകുകയും ഈ ഹീറ്റ് ആകുന്നത് കാരണം കൊണ്ട് ഈ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ആകുകയും ചെയ്യുന്നു. അപ്പോൾ ബൈമെറ്റാലിക് സ്ട്രിപ്പ് ബെൻഡ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് ഇവിടെ വന്ന് ടച്ച് ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഇവിടെ വന്ന് ടച്ച് ആയി എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ ഇവിടെ ടച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള കോൺടാക്ട് ആയി. അപ്പോൾ ഇതിന് ശേഷമുള്ള ട്രിപ്പ് സർക്യൂട്ട് എന്താ ക്ലോസ്ഡ് ആവും. അങ്ങനെ ട്രിപ്പ് സർക്യൂട്ട് ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ റിലേന്ന് സിഗ്നൽ കിട്ടുന്നു, സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്നു. സർക്യൂട്ട് ബ്രേക്കർ സർക്യൂട്ടിനെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സ്റ്റാറ്റിക് റിലേ ഓർ സോളിഡ് സ്റ്റേറ്റ് റിലേ. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പഠിച്ചതിൽ എല്ലാത്തിലും എന്തുണ്ട്, ഒരു മെക്കാനിക്കലി മൂവ്മെന്റ് ഉള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, മെക്കാനിക്കലി മൂവ്മെന്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിലും ബൈമെറ്റാലിക് സ്ട്രിപ്പിൽ ഒരു ബെൻഡിങ് ഉള്ള റൊട്ടേഷൻ ഉണ്ട്, ഇവിടെയാണെങ്കിലും ഒരു റൊട്ടേഷൻ ഉണ്ട്, ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ ടൈപ്പിന്റെ ഡിസ്ക് റൊട്ടേഷൻ ഉണ്ട്, ഇവിടെയും ഡിസ്കിന്റെ റൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ സ്റ്റാറ്റിക് റിലേ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലും നമുക്കുള്ളതെല്ലാം സ്റ്റാറ്റിക് കോമ്പണന്റ് ആയിരിക്കും. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാം, ദ പാർട്ട് വിച്ച് ഈസ് നോട്ട് മൂവിങ്, അതിനെ മൂവ് ചെയ്യാത്ത കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, സ്റ്റാറ്റിക് കോമ്പണന്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു ഓവർവ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റിലേ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്, റെക്ടിഫയർ എന്നുണ്ട്, റിലേ മെഷറിംഗ് സർക്യൂട്ട്, ആംപ്ലിഫയർ, ഔട്ട്പുട്ട് ഡിവൈസ്, ട്രിപ്പ് സർക്യൂട്ട്, ഇതെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു DC സപ്ലൈ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മുടെ വാച്ചിൽ അലാറം വെക്കുന്നു. ഓക്കെ, അലാം വെക്കുന്നു. ഓക്കെ, 6 AM നമുക്ക് അലാം വെക്കുകയാണെന്ന് വിചാരിച്ചു.
അപ്പോൾ നമുക്ക് ഇവിടെ അലാം 6 AM ആയിക്കഴിഞ്ഞാൽ ക്ലോക്ക് സ്റ്റാർട്ട് എന്താണ് നമുക്കൊരു ബീപ്പ് സൗണ്ടോ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് നമുക്ക് തരണം. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ അലാറം സർക്യൂട്ട് എന്ത് ചെയ്യുന്നു, രാവിലെ ഇപ്പം നമ്മൾ എപ്പോഴാണ് സെറ്റ് ചെയ്യുന്നത് ആ സമയം തൊട്ട് ഇത് 6 AM ആയോ എന്നുള്ളത് റെഗുലറി കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണോ ഈ രണ്ട് വാല്യൂ മാച്ച് ആകുന്നത് ആ മാച്ച് ആകുന്ന സമയത്ത് മാത്രമേ ഈ അലാറത്തിന്റെ ബീപ്പ് സൗണ്ട് എനേബിൾ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എപ്പോഴും ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു റെഫറൻസ് വാല്യൂ വേണം, ഒരു കറണ്ട് അല്ലെങ്കിൽ റണ്ണിങ് വാല്യൂസും വേണം. റെഫറൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞ 6 AM എന്ന് പറഞ്ഞാൽ 6 ആണ് നമ്മുടെ റെഫറൻസ് വാല്യൂ. അവിടെ എത്തിയത് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ വാല്യൂവിനെ എത്തുകയോ അല്ലെങ്കിൽ എക്സീഡ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അലാറം ബീപ്പ് ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം DC സപ്ലൈ നമുക്ക് ആവശ്യമാണ്. DC സപ്ലൈ എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇലക്ട്രോണിക്സ് കോമ്പണന്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള DC സപ്ലൈ വോൾട്ടേജ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഇവിടെ റിലേ മെഷറിംഗ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കറണ്ട് മെഷർ ചെയ്യാം, വോൾട്ടേജ് മെഷർ ചെയ്യാം, എന്ത് സാധനങ്ങൾ നമുക്ക് മെഷർ ചെയ്യുകയാണെങ്കിലും ആ മെഷറിംഗ് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവും. ആ മെഷറിംഗ് സാധനങ്ങൾ മെഷർ ചെയ്യുന്നു. ഇപ്പോൾ കറണ്ട് മെഷർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മീറ്റർ ഉപയോഗിക്കുന്നത് പോലെ, വോൾട്ടേജ് മെഷർ ചെയ്യുന്നത് നമ്മൾ വോൾട്ട്മീറ്റർ മെഷർ ചെയ്യുന്നത് പോലെ ഇവിടെ മെഷറിംഗ് സർക്യൂട്ട്സ് ഉണ്ടാവുന്നു. അപ്പോൾ കിട്ടിയ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഇപ്പോൾ പോയിന്റ് വാല്യൂസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ സിഗ്നലിൻ്റെ നേരിയ വാല്യൂസ് ആണെങ്കിൽ അതിന് സ്ട്രെങ്തൻ ചെയ്യാനോ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ആംപ്ലിഫയർ ചെയ്യുന്നു. ആ ആംപ്ലിഫയർ ചെയ്യുന്ന ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ഇവിടെ റിലേ സർക്യൂട്ട് എനർജൈസ് ചെയ്യണു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ഇത് എന്തെങ്കിലും നമ്മളൊരു ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു. ഈ ഔട്ട്പുട്ട് ഡിവൈസിന്റെ സിഗ്നൽ ആയിരിക്കും ഈ ട്രിപ്പ് സർക്യൂട്ടിലേക്ക് പോവുക. അപ്പോൾ ഈ ട്രിപ്പ് സർക്യൂട്ടാണ് വീണ്ടും എന്തിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുക, സർക്യൂട്ട് ബ്രേക്കറിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ആദ്യം നോക്കിയേ, സെക്കൻഡറീസ് ഓഫ് CT ഓർ PT ഓർ ട്രാൻസ്ഡ്യൂസർ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കറണ്ടാണ് നിങ്ങൾ മെഷർ ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി. ഇവിടുന്ന് CT, ഓക്കെ, കറണ്ട് ട്രാൻസ്ഫോമർ, നമുക്ക് ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ആ കറണ്ട് ട്രാൻസ്ഫോമർ കറണ്ട് മെഷർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു റെക്ടിഫയർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, റെക്ടിഫയർ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിഗ്നൽ AC to DC ആക്കാനുള്ള റെക്ടിഫിക്കേഷൻ സിഗ്നലാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. കിട്ടുന്ന സിഗ്നലിനെ ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മെഷറിംഗ് സർക്യൂട്ടിൽ കൊടുത്തു, സിഗ്നൽ വീക്ക് ആണെങ്കിൽ ആംപ്ലിഫൈ ചെയ്തു, ഔട്ട്പുട്ട് സർക്യൂട്ടിലേക്ക് കൊടുത്തു, ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കൊടുത്തു. ഇതാണ് നമുക്കൊരു സ്റ്റാറ്റിക് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിക് റിലേ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ഉപയോഗിക്കുന്ന അൾട്രാ ഹൈ സ്പീഡ് പ്രൊട്ടക്ഷൻ സ്കീമിലുള്ള EHV ലൈൻസിൽ അങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും നമ്മളൊരു സ്റ്റാറ്റിക് റിലേ ഉപയോഗിക്കാറുണ്ട്. സ്റ്റാറ്റിക് റിലേ ഓർ സോളിഡ് സ്റ്റേറ്റ് റിലേ ആണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് തന്നെ ഇത് സ്റ്റാറ്റിക് ആയതുകൊണ്ട് നമുക്ക് വിയർ ആൻഡ് ടിയർ ലോസ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ അതാണ്. പിന്നെ സ്റ്റാറ്റിക് റിലേ കൺസ്യൂം വെരി ലെസ് പവർ ബിക്കോസ് ഇറ്റ് ബർഡൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഡിക്രീസസ് വിത്ത് അക്യുറസി ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് അവിടെ റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും ബാക്കിയുള്ള CT PT അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ടും നമുക്ക് അതിൻ്റെ ലോസ് ബർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കത്തിപ്പോവുകയോ അല്ലെങ്കിൽ അതിലേക്ക് വരുന്ന സ്ട്രെസ്സിനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ CT PT ഒക്കെ മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലെ ബേർഡൻസ് കുറയ്ക്കാൻ പറ്റും, അക്യുറസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്റ്റാറ്റിക് റിലേ ഗിവ്സ് ക്വിക്ക് റെസ്പോൺസ്. ഇപ്പോൾ നമ്മൾ നേരത്തെ 5-1 5-2 എന്ന് പറഞ്ഞാൽ രണ്ട് കറന്റ് വന്നു, അതിൻ്റെ ഡിഫറൻസ് വന്നു, മെക്കാനിക്കലി ആ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിന് റെസ്പോൺസിങ് ടൈം വളരെ കൂടുതലാണ്. പക്ഷേ നമ്മൾ സ്റ്റാറ്റിക് റിലേ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. പിന്നെ റീസെറ്റ് ടൈം ഓഫ് ദ റിലേ ഈസ് വെരി ലെസ്. ഇപ്പോൾ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ വന്ന് നിന്നു, വീണ്ടും അടുത്ത ഓപ്പറേഷൻ ആ ഡിസ്ക് വീണ്ടും റൊട്ടേറ്റ് ചെയ്ത് ഇനീഷ്യൽ പൊസിഷനിൽ വന്ന് നിൽക്കുന്ന സമയങ്ങളൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ റീസെറ്റ് ടൈം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത സർക്യൂട്ടിനെ അതിനെ എനേബിൾ ചെയ്ത് വെക്കാൻ പറ്റും. ലൈക്ക് അവർ ഫ്യൂസ് ആൻഡ് MCB പോലെ. ഫ്യൂസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ബ്ലോ ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് റീവയർ ചെയ്യണം, എന്നിട്ട് മാത്രമേ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുശേഷം MCB വന്നു, ഒരു പ്രാവശ്യം ട്രിപ്പ് ആയി കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഓഫ് ആക്കാൻ എനേബിൾ ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ നമ്മൾ എനർജൈസ് ചെയ്ത് വിടുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ അതേപോലെ റീസെറ്റ് ടൈം എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് തെർമൽ സ്റ്റോറേജ് പ്രോബ്ലംസ് ഒന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനില്ല. സോ അത് ഈസിലി ആക്ട് ചെയ്യും. പിന്നെ റിലേ ആംപ്ലിഫൈ ദ ഇൻപുട്ട് സിഗ്നൽ വിച്ച് ഇൻക്രീസ് ദ സെൻസിറ്റിവിറ്റി. പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് ഫാൾട്ട് സിഗ്നൽ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ ചിലപ്പോൾ ആ സാധനങ്ങൾ സെൻസ് ചെയ്യാൻ വിട്ടുപോകാം. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടക്കുന്നത്, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ദ ചാൻസ് ഓഫ് അൺവാണ്ടഡ് ട്രിപ്പിംഗ്, ഓക്കെ, മെക്കാനിക്കൽ ആയിട്ടുള്ള സാധനങ്ങളുള്ളതുകൊണ്ട് അൺവാണ്ടഡ് ട്രിപ്പിംഗ്സ് ഒക്കെ ചില സമയങ്ങളിൽ നടക്കാറുണ്ട്. അതില്ലാണ്ടൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദ സ്റ്റാറ്റിക് റിലേ ക്യാൻ ഓപ്പറേറ്റ് ഇൻ എർത്ത് ആൻഡ് ഗ്രൗണ്ട് ബിക്കോസ് ദേ ഹാവ് എ ഹൈ സെൻസിറ്റിവിറ്റി ടു ദി ഷോക്ക്. അപ്പോൾ മെക്കാനിക്കലി വൈബ്രേഷൻസ് വല്ലതും വന്നു കഴിഞ്ഞാൽ ചില മെക്കാനിക്കൽ പാർട്സുകൾ
എനേബിൾ ആവും. പക്ഷേ സ്റ്റാറ്റിക് ആയിട്ടുള്ള സാധനങ്ങളായതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനേബിൾ ആവില്ല. അതൊക്കെയാണ് ഈ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാറ്റിക് റിലേ എന്ന് പറയുന്നത്. പിന്നെ ഇതിനെപ്പോലെ അഡ്വാൻറ്റേജസ് ഉള്ളപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസും ഉണ്ട്. പിന്നെ ഈ സ്റ്റാറ്റിക് റിലേ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഡിസ്ചാർജിന് വളരെ സെൻസിറ്റീവ് ആണ്. അപ്പോൾ എന്തെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റിക് രീതിയിലുള്ള ഡിസ്ചാർജുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സുകളോ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂസ് ചിലപ്പോൾ മാറാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹൈ വോൾട്ടേജ് സർജസ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ ഇലക്ട്രോണിക് കോമ്പണൻസിനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട നിശ്ചിത വാല്യൂസ് ഉണ്ട്. ആ വാല്യൂവിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബ്രേക്ക് ആവും. വർക്കിംഗ് ഓഫ് റിലേ ഡിപ്പെൻഡ്സ് അപ്പോൺ ഇലക്ട്രോണിക് കോമ്പണൻസ്. ഓക്കെ, നമ്മൾ ഏത് ടൈപ്പ് ഓഫ് കോമ്പണൻസ് ആണോ അതിൽ ഉപയോഗിക്കണം അതിനനുസരിച്ചായിരിക്കും റിലേൻ്റെ വർക്കിംഗ് ഉണ്ടാവുക. ദ റിലേ ഹാസ് ലെസ് ഓവർലോഡിങ് കപ്പാസിറ്റി. ഓക്കെ, സാധാരണ മെക്കാനിക്കൽ റിലേ ഒക്കെ ആണെങ്കിൽ ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് സം മോർ ഓവർലോഡിങ് കപ്പാസിറ്റി. നമുക്ക് ഇപ്പോൾ 10 amps വരെ അത് മാക്സിമം വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ വി ക്യാൻ അപ്രോക്സിമേറ്റ്ലി വർക്ക് അപ് ടു 12 amps ഓവർലോഡിങ് കപ്പാസിറ്റി ഒക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. പക്ഷേ നമുക്ക് ഈ സ്റ്റാറ്റിക് റിലേ അങ്ങനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെന്നില്ല, പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആവും. പിന്നെ സ്റ്റാറ്റിക് റിലേ ഈസ് മോർ കോസ്റ്റ്ലി ആസ് കമ്പയർ ടു ദി ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ. പിന്നെ സ്റ്റാറ്റിക് റിലേ എന്താണ് വളരെ കോസ്റ്റ് കൂടുതലാണ് വെൻ കമ്പയറിംഗ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് റിലേ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് ദ റിലേ ഈസ് ഈസിലി അഫക്റ്റഡ് ബൈ ദി സറൗണ്ടിങ് ഇൻഫറൻസ്. സറൗണ്ടിങ്ങിലായിട്ട് ഇൻഫറൻസ് കാരണം കൊണ്ട് സ്റ്റാറ്റിക് റിലേസിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ എന്തൊക്കെയാണ് സ്റ്റാറ്റിക് റിലേയിലെ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ ടൈമർ ഉണ്ടാവും, ഫേസ് കമ്പാരറ്റർ ഉണ്ടാവും, ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ ഉണ്ടാവും, ലെവൽ ഡിറ്റക്ടർ ഉണ്ടാവും, ഇൻ്റഗ്രേറ്റർ ഉണ്ടാവും, പോളാരിറ്റി ഡിറ്റക്ടർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1 amps നമ്മൾ ഫിക്സ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് അവർ പ്രീസെറ്റ് വാല്യൂ. ഓക്കെ, ഈ പ്രീസെറ്റിലെ വാല്യൂവിന് 1.1 വന്നാൽ പോലും ട്രിപ്പ് ആവണം. സോ നമുക്ക് ഇവിടെ ഒരു വാല്യൂ ഇവിടുന്ന് ഇത് 1 ആംപിയർ ആണ് എന്ന് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഒരു സിഗ്നൽ അടുത്ത് നമ്മൾ ഇവിടെ കൊടുത്തു 0.8. ഓക്കെ, കമ്പയർ ചെയ്തു 0.8ഉം 1ഉം കൂടെ കമ്പയർ ചെയ്തു, ലെസ് ദാൻ ആണ്. അപ്പോൾ സർക്യൂട്ട് ഇപ്പോൾ നോർമൽ ആണ്. 0.9 കൊടുത്തു, ലെസ് ദാൻ 1 ആണ്, ഇപ്പോൾ സർക്യൂട്ട് നോർമൽ ആണ്. 0.95 വന്നു, ലെസ് ദാൻ 1 ആണ്, നോർമൽ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിനാണ് നമ്മളൊരു കമ്പാരറ്റർ സർക്യൂട്ടിൻ്റെ സ്റ്റാറ്റിക് റിലേ എന്ന് പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണോ നമ്മൾ പ്രീസെറ്റ് കൊടുത്ത വാല്യൂവും അല്ലെങ്കിൽ ഇൻപുട്ട് വാല്യൂവും നമ്മൾ പ്രീസെറ്റ് വാല്യൂവും കൂടെ ഒന്നാണ്, ഇറ്റ് വിൽ ഷോസ് ഇറ്റ് വിൽ ബി ഈക്വൽ. ഇതിന് ശേഷം വാല്യൂ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഷോ ദ വാല്യൂ എക്സീഡ് ദ പ്രീസെറ്റ് വാല്യൂ ആൻഡ് ഹാവ് ടു ട്രിപ്പ് ദ വാല്യൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, വാല്യൂസ് കൂടുതലാണെങ്കിൽ ഈ കമ്പാരറ്റർ വിൽ സെൻഡ് സം വോൾട്ടേജ് സിഗ്നൽ ടു ദി നെക്സ്റ്റ് ലെവൽ. ഓക്കെ, ഇറ്റ് വിൽ സെൻഡ് എ പ്രൊപ്പോർഷണൽ എന്ത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ കറണ്ട് വാല്യൂസ് ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ചില സമയത്ത് വോൾട്ടേജ് വാല്യൂസ് ആണ് പോവുക. അപ്പോൾ എന്ത് വാല്യൂസ് ആണോ നമുക്ക് ആവശ്യമുള്ള ആ വാല്യൂസിനനുസരിച്ചുള്ളത് കൊടുക്കും, അത് ട്രിപ്പ് ചെയ്യും. ഓക്കെ, ഇതാണ് കമ്പാരറ്റർ ചെയ്യുന്നത്. പിന്നെ ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ. നമുക്ക് കമ്പാരറ്ററിന് 2 ടൈപ്പ് കമ്പാരിസൺസ് ആണ് ചെയ്യുക. ഒന്ന് ആംപ്ലിറ്റ്യൂഡ് കമ്പാരിസണും ഒന്ന് ഫേസ് കമ്പാരിസണും. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് കമ്പയർ ദി മാഗ്നിറ്റ്യൂഡ് ടു ഇൻപുട്ട് irrespective of angle between them. ഓക്കെ, ആംഗിൾ ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പവർ ഫാക്ടർ cos phi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൊസൈൻ ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള കൊസൈൻ ആംഗിളിനെയാണ് നമ്മൾ എന്തെന്നത് പവർ ഫാക്ടർ എന്ന് പറയാം. അപ്പോൾ അതേപോലെ ഇപ്പോൾ നമുക്ക് വോൾട്ടേജ് V1 V2 എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യുള്ളൂ, ഇതിൻ്റെ രണ്ടും ആംഗിൾ നമ്മൾ കമ്പയർ ചെയ്യില്ല. അങ്ങനെയുള്ള കമ്പാരിസൺ വരുന്നതിനാണ് നമ്മൾ എന്താണ് ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു ബോക്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ 2 സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. S1 എന്ന് പറയുന്നത് ഓപ്പറേറ്റും S2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ട്രെയിൻറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത് നടക്കുന്ന സംഭവം റിസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് തടയേണ്ട വാല്യൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രീസെറ്റ് വാല്യൂ ഒരു ഓപ്പറേറ്റിംഗ് വാല്യൂ. ഓക്കെ, ഓപ്പറേറ്റിംഗ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ സമയത്ത് നടക്കുന്ന വാല്യൂസ്, അതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് വാല്യൂ അല്ലെങ്കിൽ റിയൽ ടൈം വാല്യൂസ് എന്നൊക്കെ പറയാം. അപ്പോൾ റീസ്ട്രെയിൻ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റേഷ്യോ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ 2 സിഗ്നൽ S1ഉം S2 ഉണ്ട്. S1 എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗും S2 എന്ന് പറയുന്നത് റിസ്ട്രെയിനും ആണെന്നുണ്ടെങ്കിൽ ദ കമ്പാരറ്റർ വിൽ ഗീവ് പോസിറ്റീവ് ഔട്ട്പുട്ട് ഓൺലി ഇഫ് S2 ബൈ S1 എന്നുള്ള റേഷ്യോ ലെസ് ദാൻ K. K എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു റേഷ്യോ അനുസരിച്ചിട്ടായിരിക്കും ഈ ഫേസ് കമ്പാരറ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കൊടുത്ത വാല്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുന്നു, ആ കമ്പയർ ചെയ്യുന്ന വാല്യൂസിൽ എന്തെങ്കിലും
ഡിഫറൻസ് വരികയാണെങ്കിൽ മാത്രമേ ഈ ആംപ്ലിറ്റ്യൂഡ് കമ്പാരറ്റർ തൊട്ടടുത്ത സിഗ്നലിലേക്ക് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിൽക്കും. ഓക്കെ, ഫേസ് കമ്പാരറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മാഗ്നിറ്റ്യൂഡ് കമ്പയർ ചെയ്യില്ല, ഇറ്റ് വിൽ കമ്പയർ ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ഓക്കെ, രണ്ട് മെഷേർഡ് ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ആംഗിളുകൾ കമ്പയർ ചെയ്യുന്നു. ആ ആംഗിളുകൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് വെക്കണമെങ്കിൽ ആ ലിമിറ്റേഷൻസ് വരെ ചെക്ക് ചെയ്യുന്നു. ആ ലിമിറ്റേഷൻസ് എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ട്രിപ്പ്. അപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിനെ രണ്ട് ആംഗിളായിട്ട് നമ്മൾക്കിവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ രണ്ട് കമ്പാരറ്റർ, ഒന്ന് കൊസൈൻ കമ്പാരറ്റർ ആയിട്ടും ഒന്ന് സൈൻ കമ്പാരറ്റർ ആയിട്ടും കൊടുക്കാൻ പറ്റും. അപ്പോൾ ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ ആൽഫ 1 എന്ന് പറയുന്നത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആൽഫ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു 90 ഡിഗ്രി ആണെങ്കിൽ അതിന് കൊസൈൻ കമ്പാരറ്റർ എന്നും, ആൽഫ 1 0യും ആൽഫ 2 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സൈൻ കമ്പാരറ്റർ എന്നും ആണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇറ്റ് വിൽ ഡസ് നോട്ട് കം ഇൻഡിപെൻഡന്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂവിന് ചെക്ക് ചെയ്യുന്നില്ല. ഇറ്റ് വിൽ ഡിപെൻഡ് ഓൺലി ഇൻ ദ ഫേസ് റിലേഷൻ. രണ്ട് ആംഗിൾ തമ്മിലുള്ള ഫേസ് റിലേഷൻസ് എത്രയാണെന്ന് മാത്രമേ അത് ഡിഫൈൻ ചെയ്ത് കണ്ടുപിടിക്കുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് സ്റ്റാറ്റിക് ഓവർ കറണ്ട് റിലേ ഉണ്ട്. അതിൽ തന്നെ ഡെഫിനിറ്റ് ടൈം ഉണ്ട്, ഇൻവേഴ്സ് ടൈം ഉണ്ട്, ഇൻസ്റ്റന്റീനിയസ് ഓവർ കറണ്ട് റിലേ ഉണ്ട്, പിന്നെ സ്റ്റാറ്റിക് ഡയറക്ഷൻ റിലേ, സ്റ്റാറ്റിക് ഡിഫറൻഷ്യൽ റിലേ, സ്റ്റാറ്റിക് ഡിസ്റ്റൻസ് റിലേ. 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഇതെല്ലാത്തിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക. ഒരു റിലേ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ തന്നെ മനസ്സിലാവും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ആദ്യത്തെ ഇവിടുത്തെ സ്റ്റാറ്റിക് ഓവർ കറണ്ട് റിലേനെയാണ് ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സി ടി. ഓക്കെ, സി ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ കറണ്ട് ട്രാൻസ്ഫോമർ വിച്ച് ഈസ് യൂസ്ഡ് ടു മെഷർ ദി കറണ്ട് വാല്യൂ. മെഷർ ചെയ്യാനല്ല ശരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ വി ഹാവ് ആൻ അമ്മീറ്റർ ഓഫ് 5 amps. നമുക്കൊരു 5 amps അമ്മീറ്റർ ആണ് നമുക്ക് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് വരുന്ന സപ്ലൈ ഒരു 50 amps സപ്ലൈ ആണെങ്കിൽ ഈ 50നെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് നമ്മൾ ഒരു 5 ആംപിയറിന്റെ റേഞ്ചിലേക്ക് കൊണ്ടുവരികയും എന്നിട്ട് ഈ 5 ആംപിയറിന്റെ റേഞ്ചിലുള്ള അമ്മീറ്റർ നമുക്ക് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഈ ഒരു ഹൈ വാല്യൂ ടു ലോ വാല്യൂവിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സി ടി കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. ആ കറണ്ട് ട്രാൻസ്ഫോമർ ഒരു ഓക്സിലറി സി ടി മെഷർമെന്റ് ചെയ്യുന്നു, അതിനെ റെക്ടിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യുന്ന സിഗ്നലിൽ നോയ്സ് വല്ലതൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പയർ ചെയ്യുന്ന സിഗ്നലിൽ നോയ്സ് വല്ലതുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗിവ് എറർ വാല്യൂ ആൻഡ് ഫാൾട്ട് വാല്യൂ. സോ എന്നിട്ട് ഈ കമ്പയർ ചെയ്ത വാല്യൂസിനെ നമ്മൾ ലെവൽ ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് നമ്മൾ സിഗ്നൽ വേണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുന്നു, അതിന് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുന്നു, അവിടുന്ന് നമ്മൾ ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ഇതിനെല്ലാത്തിനും എന്ത് വേണം? ഡി സി സപ്ലൈ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ കുറേ പ്രാവശ്യം ഇത് പറയുന്നു, നമുക്ക് ഒരു ഇൻപുട്ട് വാല്യൂസും ഉണ്ട്, നമുക്ക് ത്രെഷോൾഡ് വാല്യൂ ഉണ്ട്. ത്രെഷോൾഡ് വാല്യൂ എന്ന് പറയുന്നത് പ്രീസെറ്റ് വാല്യൂ. ത്രെഷോൾഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചുകൊണ്ട് ആ വാല്യൂനെ എബോവ് പോയി കഴിഞ്ഞാൽ വിൽ ബി ട്രിപ്പ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ത്രെഷോൾഡിനേക്കാൾ ലെസ് ദാൻ ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0 ആൻഡ് ദ റിലേ വിൽ ബി നോട്ട് ബി ആക്ടിവേറ്റഡ്, ഒന്നും ചെയ്യില്ല. പക്ഷേ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂ ത്രെഷോൾഡിനേക്കാൾ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗീവ് സം പോസിറ്റീവ് വാല്യൂ ആൻഡ് ഇറ്റ് വിൽ എനർജൈസ് ദ ട്രിപ്പ് സിഗ്നൽ ആൻഡ് ഇറ്റ് വിൽ ആക്ടിവേറ്റ് അവർ സർക്യൂട്ട് ബ്രേക്കർ. ഇനി സ്റ്റാറ്റിക് ഇൻസ്റ്റന്റേനിയസ് ഓവർ കറണ്ട് റിലേ. ഇപ്പോൾ നമ്മളിവിടെ ഇൻപുട്ട് കറണ്ട് കൊടുത്തു, അതിൽ ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്. നേരത്തെ ഇവിടെ സി ടി തന്നെയാണ് ഉള്ളത്. ഇവിടെ ഒരു ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്, ഫിൽറ്റർ ഉണ്ട്, ലെവൽ ഡിറ്റക്ടർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. ഇത് the current is mainly fed from the CT. CT നമ്മൾ കറണ്ട് എടുക്കുന്നു, it will be fed to the input transformer which gives the proportional output voltage. അപ്പോൾ ഇവിടെ നേരത്തെ കറണ്ടിന്റെ വാല്യൂസ് വെച്ചിട്ട് തന്നെയാണ് മൂവ് ആയിക്കൊണ്ടിരുന്നത്. അതാണ് സ്റ്റാറ്റിക് ഓവർ കറണ്ട് റിലേ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഇൻപുട്ട് കറണ്ടിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജസ് ആക്കി മാറ്റുന്നു. അതാണ് ഇവിടെ ഇൻസ്ട്രുമെന്റ് വോൾട്ടേജ്, അതായത് കിട്ടുന്ന കറണ്ട് ഇൻസ്ട്രുമെന്റ് ഇൻപുട്ട് ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? ഗിവ്സ് ദ പ്രൊപ്പോർഷണൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ആ കിട്ടിയ വോൾട്ടേജിനെ റെക്ടിഫയർ ചെയ്യുന്നു. റെക്ടിഫൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കമ്പാരിസൺ കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലെവൽ ഡിറ്റക്ടറിലൂടെ പോകുന്നു, സേഫ് വാല്യൂ ഉണ്ട് നോക്കുന്നു. ആ സേഫ് വാല്യൂ എന്ന് പറയുന്നത് പ്രീസെറ്റ് വാല്യൂ ആണ്. ആ പ്രീസെറ്റ് വാല്യൂവിനെ എബോവ് പോവുകയാണെന്നുണ്ടെങ്കിൽ ലെവൽ ഡിറ്റക്ടർ വിൽ ഗിവ് സം പോസിറ്റീവ് സിഗ്നൽ. ആ പോസിറ്റീവ് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്നു, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് കൊടുക്കുന്നു, അതിന് ട്രിപ്പ് സർക്യൂട്ടിൽ കൊടുത്ത് എനർജൈസ് ചെയ്യുന്നു. ഇനി സ്റ്റാറ്റിക് ഡെഫിനിറ്റ് ടൈം ഓവർ കറണ്ട് റിലേ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഇൻപുട്ട് കറണ്ട് നമ്മൾ കൊടുക്കുന്നു. ഇതാണ് ആ റിലേ ഏത് സർക്യൂട്ടിനെയാണോ പ്രൊട്ടക്ട് ചെയ്യണത് അതിൻ്റെ വാല്യൂസ് ആണ്. പിന്നെ ഇൻപുട്ട് ട്രാൻസ്ഫോമർ പൊട്ടൻഷ്യൽ, റെക്ടിഫയർ ഉണ്ട്, ലെവൽ ഡിറ്റക്ടർ, ടൈമിംഗ് സർക്യൂട്ട്, ലെവൽ ഡിറ്റക്ടർ ടു, ആംപ്ലിഫയർ, ഔട്ട്പുട്ട് ഡിവൈസ്.
ഇതാണ് ഇതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ എക്സാമിനും അതിൻ്റെതായിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാം വരച്ചിട്ട് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഇതിനെക്കുറിച്ച് നമ്മൾ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ ടൈമിംഗ് സർക്യൂട്ട് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, നമ്മളൊരു സാധനം സെറ്റ് ചെയ്തു. ഓക്കെ, അതിൽ പ്രീസെറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് 1 ആംപിയർ. 1 ആംപിയറിന് ഒരു 1.1 അല്ലെങ്കിൽ 1.2 അല്ലെങ്കിൽ 1.3 ഏത് കറണ്ട് വാല്യൂം ഒരു 3 സെക്കൻഡ് വരെ ആ സർക്യൂട്ടിൽ വിക്സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. 3 സെക്കൻഡിനേക്കാൾ മേലെ അതേപോലെ ഈ എബോവ് വാല്യൂ പോവുകയാണെങ്കിൽ മാത്രം അത് ട്രിപ്പ് ആയാൽ മതി എന്ന് നമുക്കിപ്പോൾ കൊടുക്കണം എന്ന് വിചാരിക്കുക. അതായത് 1 ആംപിയർ ആണ് പ്രീസെറ്റ് വാല്യൂ. 1 ആംപിയറിന് എബോവ് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ട്രിപ്പ് ആവണം. പക്ഷേ ആ 1 ആംപിയറിന് എബോവ് പോയതിന് ശേഷവും നമുക്ക് പോയ ഉടനെ തന്നെ ട്രിപ്പ് ആവണമെന്നില്ല. ഒരു 3 സെക്കൻഡോ അല്ലെങ്കിൽ 4 സെക്കൻഡോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു നിശ്ചിത ടൈം വെയിറ്റ് ചെയ്തതിനു ശേഷം മാത്രം ട്രിപ്പ് ആയാൽ മതി. അല്ലെങ്കിൽ അത്രയും നേരം ആ ഫാൾട്ട് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രം ട്രിപ്പ് ആയാൽ മതി എന്ന് നമുക്ക് കൊടുക്കാൻ സഹായിക്കുന്ന ഒരു റിലേയാണ് സ്റ്റാറ്റിക് ഡെഫിനിറ്റ് ടൈം ഓവർ കറന്റ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മറ്റുള്ള ബ്ലോക്കിനെ പോലെ ഇവിടെ ഒരു ടൈമിംഗ് സർക്യൂട്ട് ഉണ്ട്. ഇതൊരു RC ഫിൽട്ടർ പോലെയുള്ള ഒരു ടൈമിംഗ് സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ഇവിടെ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ആകുകയും ഒക്കെ ചെയ്യുന്നു. സോ ആ ചാർജിങ് ടൈമും ഡിസ്ചാർജിങ് ടൈമും അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ ലെവൽ ഡിറ്റക്ടർ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. ആ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ടൈമിംഗ് വാല്യൂസിനെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകുന്നു, ട്രിപ്പ് സർക്യൂട്ട് സിഗ്നലിലേക്ക് പോകുന്നു. അപ്പോൾ മറ്റു സംഭവങ്ങൾ പോലെ തന്നെ നമുക്ക് ഇത് ഓവർ കറന്റ് വന്നതിന് ശേഷം ആ ഓവർ കറന്റ് എത്ര നേരം വിക്സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം അത് ട്രിപ്പ് ചെയ്താൽ മതി എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൽ നമുക്ക് സ്റ്റാറ്റിക് ഡെഫിനിറ്റ് ടൈം ഓവർ കറന്റ് റിലേയിൽ പറ്റുന്നു. അതാണ് ഇവിടെ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത സ്റ്റാറ്റിക് ഇൻവേഴ്സ് ടൈം ഓവർ കറന്റ് റിലേ. അപ്പോൾ ഇതിലും നമുക്ക് ഒരു ഇൻപുട്ട് കറന്റ് ഉണ്ട്, ഇൻപുട്ട് ട്രാൻസ്ഫോമർ ഉണ്ട്, റെക്ടിഫയർ ഉണ്ട്, ഒരു ലെവൽ ഡിറ്റക്ടർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ടൈമിംഗ് സർക്യൂട്ട് പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഉണ്ട്, അതിനൊരു ലെവൽ 2 ഡിറ്റക്ടർ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ നോർമൽ കണ്ടീഷനിലുള്ള സമയത്ത് ഇൻപുട്ട് കറന്റ് ഈസ് ലോ, S1 ഈസ് ഓൺ ആൻഡ് S2 ഈസ് ഓഫ് കണ്ടീഷൻ. അപ്പോൾ ആദ്യത്തെ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രീസെറ്റ് വാല്യൂവിനേക്കാളും വാല്യൂസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ S1 എന്നുള്ള സ്വിച്ച് ഓണും, അതായത് ഈ സർക്യൂട്ട് മേലെ കൂടെ വന്ന് പോവും. S2 എന്നുള്ളത് ഓഫും ആയിരിക്കും. ആസ് സൂൺ ആസ് ദ ഇൻപുട്ട് വോൾട്ടേജ് എക്സീഡ് ദ പ്രീസെറ്റ് റെഫറൻസ് വാല്യൂ ഇറ്റ് വിൽ ബി ഡിറ്റക്റ്റഡ് ബൈ ദി ലെവൽ 1. അപ്പോൾ ലെവൽ 1 എന്ന് പറയുന്നത് ആദ്യത്തെ ഫസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് റിലേ ഉണ്ടല്ലോ, ഇവിടുത്തെ ആദ്യത്തെ റിലേ എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ ഫസ്റ്റ് വൺ. ഇതിനാണ് ഫസ്റ്റ് റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് റിലേ നമ്മൾ പ്രീസെറ്റ് വാല്യൂവിനേക്കാൾ കൂടുതലാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ S1 എന്നുള്ള സ്വിച്ചിനെ ഓഫ് ചെയ്യും, S2 എന്നുള്ള സ്വിച്ചിനെ ഓൺ ചെയ്യും. ഓക്കെ, നോർമൽ കണ്ടീഷനിൽ നന്നായിട്ട് ആലോചിച്ച് നോക്കുക. നോർമൽ കണ്ടീഷനിൽ S1 എന്ന് പറയുന്നത് ഓണും S2 എന്ന് പറയുന്നത് ഓഫും ആയിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ട് നടക്കുന്ന സമയത്ത് ഇതിനെ റിവേഴ്സ് ചെയ്യണം. അങ്ങനെ റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ S2 എന്നുള്ള സ്വിച്ച് എനേബിൾ ആവും. S2 എന്നുള്ള സ്വിച്ച് എനേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടൈമിംഗ് സർക്യൂട്ട് എനേബിൾ ചെയ്യും. ഇവിടെ പൊട്ടൻഷ്യോമീറ്റർ PY എന്നുള്ളത് എനേബിൾ ആവും. ഈ ഒരു ടൈമിംഗ് സർക്യൂട്ട് എനേബിൾ ആവും. എന്നിട്ട് അത് PZ എന്നുള്ള പൊട്ടൻഷ്യോമീറ്റർ വഴി നമുക്ക് എങ്ങനെയാണോ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ വാല്യൂസിലേക്ക് വരുന്നു, ആംപ്ലിഫയറിലേക്ക് പോകുന്നു, ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് പോകുന്നു, ട്രിപ്പ് സിഗ്നൽ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടെ മുഴുവൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ സ്റ്റാറ്റിക് ഡയറക്ഷണൽ ഓവർ കറന്റ് റിലേ. ഓക്കെ, സ്റ്റാറ്റിക് ഡയറക്ഷണൽ ഓവർ കറന്റ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒരു ആക്സിലറി CT, ഒരു ആക്സിലറി PT. ഓക്കെ, AB രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഫേസ് കമ്പാരിറ്റർ ചെയ്യുന്നു, രണ്ടിൻ്റെയും ഫേസ് കമ്പാരിസൺസ് നടക്കുന്നു. ആ ഫേസ് കമ്പാരിസൺ നടത്തിയതിന് ശേഷം നമുക്ക് ഒരു പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂസിനെ എക്സീഡ് ചെയ്ത് വരികയാണെങ്കിൽ ടൈമർ സർക്യൂട്ട് വെക്കുന്നു. ആ ടൈമർ സർക്യൂട്ട് എന്ന ഒരു ലെവൽ ഡിറ്റക്ടറിലേക്ക് വരുന്നു. ലെവൽ ഡിറ്റക്ടറിൽ നിന്ന് വാല്യൂസ് കൂടുതലാണെങ്കിൽ ആംപ്ലിഫയറിലേക്ക് പോകുന്നു. ആംപ്ലിഫയർ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്തിട്ട് ട്രിപ്പിംഗ് സർക്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബാക്കി നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ്. ഇതിൽ നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ് വേണ്ടത്, വോൾട്ടേജും കറണ്ടും. നേരത്തെ നമ്മളെല്ലാം പഠിച്ചില്ല, ഒന്നെങ്കിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് മാത്രമായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായത്. ഇതിൽ രണ്ടും നമുക്ക് വാല്യൂസ് വേണം. പിന്നെ സ്റ്റാറ്റിക് ഡിഫറൻഷ്യൽ റിലേ. ഓക്കെ, സ്റ്റാറ്റിക് ഡിഫറൻഷ്യൽ റിലേനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിഫറൻഷ്യൽ എന്നുള്ള വാക്ക് പറയുകയാണെങ്കിൽ തന്നെ A - B.
ഓക്കെ, ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ S-Y രണ്ടിൻ്റെ ഡിഫറൻസ് വേണം. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നു, ഒരെണ്ണത്തിൽ ഇപ്പോൾ നമ്മൾ 20 വോൾട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക, ഒരെണ്ണത്തിൽ നമ്മൾ 25 വോൾട്ട് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ 25 - 20 എത്രയാണ് വരുന്നത്? 5. അപ്പോൾ ഇറ്റ് വിൽ ബി അണ്ടർ നോർമൽ കണ്ടീഷനാണ് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നോർമൽ കണ്ടീഷനിൽ 5 ഓക്കെ ആണ്, വാല്യൂസ് കൊടുക്കുന്നു. പക്ഷേ ഇൻപുട്ടിൽ 30 - 20, അപ്പോൾ 10 ആണ് നമുക്ക് ഡിഫറൻസ് കിട്ടിയത്. പക്ഷേ ഈ 10 എന്ന് പറഞ്ഞ ഡിഫറൻസ് എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലാണെന്ന് ഈ കമ്പാരറ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് ആംപ്ലിഫൈ സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു. ആ സിഗ്നൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നു, അത് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് വരുന്നു, അത് ട്രിപ്പ് സർക്യൂട്ടിലേക്ക് പോകുന്നു. ഈ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ സിഗ്നലിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് ഡിവൈസ് ആയിട്ട് പറയാം. അപ്പോൾ ആ സർക്യൂട്ടിനെ നമ്മൾ ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. അതാണ് ഡിഫറൻഷ്യൽ റിലേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വോൾട്ടേജ് ഡിഫറൻഷ്യൽ റിലേ ആണെങ്കിൽ രണ്ടിലും വോൾട്ടേജ് കൊടുക്കുക, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ കറണ്ട് ഡിഫറൻസ് ആണെങ്കിൽ രണ്ടിലും കറണ്ട് കൊടുക്കുക, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. അത് മാത്രമാണ് നമ്മൾ സ്റ്റാറ്റിക് ഡിഫറൻഷ്യൽ റിലേയിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത സ്റ്റാറ്റിക് ഡിസ്റ്റൻസ് റിലേ ഓർ ഇമ്പിഡൻസ് റിലേ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. നമ്മൾ ഇമ്പിഡൻസ് പറഞ്ഞാൽ Z=V/I ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻപുട്ടിലുള്ള കറണ്ട് കൊടുക്കുന്നു, ഇൻപുട്ടിലുള്ള വോൾട്ടേജ് കൊടുക്കുന്നു, ഇവിടെയും രണ്ട് വാല്യൂസ് കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തിലുള്ള V/I കണ്ടുപിടിച്ചിട്ടുള്ള സെറ്റ് വാല്യൂ കമ്പാരറ്ററിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കമ്പാരറ്ററിൽ സെറ്റ് വാല്യൂ നമുക്കൊരു നിശ്ചിത ഡിസ്റ്റൻസ്, ട്രാൻസ്മിഷൻ ലൈനിൽ ഒരു പാരാമീറ്റർ നിശ്ചിത ഡിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഒരു 100 കിലോമീറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ 100 കിലോമീറ്ററിലുള്ള ഇമ്പിഡൻസ് നമുക്ക് എത്രയാണെന്ന് നമുക്ക് അറിയാം. അപ്പോൾ assume that it will be have a 5 ohm. 5 ohm എന്നല്ല, assume we have a 5 ohm. അപ്പോൾ ഈ രണ്ട് സർക്യൂട്ടിലും കൂടെ കിട്ടുന്ന വാല്യൂസിൽ Z=5 ohm തന്നെ കിട്ടിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ലുക്ക് ലൈക്ക് നോർമൽ. എപ്പോഴെങ്കിലും ഒരു ഫാൾട്ട് നടന്നു എന്ന് കഴിഞ്ഞാൽ ദ ഇമ്പിഡൻസ് വാല്യൂ വിൽ ബി ഷൂട്ട് അപ്പ്. ഓക്കെ, ഇമ്പിഡൻസ് വാല്യൂ കൂടുക അല്ലെങ്കിൽ ഇമ്പിഡൻസ് വാല്യൂ കുറയുകയോ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് ഓഫ് ഇമ്പിഡൻസ് വാല്യൂ വിൽ ബി സെൻസ്ഡ് ബൈ ദി കമ്പാരറ്റർ. അല്ലെങ്കിൽ കമ്പാരറ്റർ എന്നുള്ള സിഗ്നലിൽ നമുക്ക് കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് പൊളാരിറ്റി ഡിറ്റക്ടറിൽ എങ്ങനെയാണ് അത് വാല്യൂസ് പോസിറ്റീവ് ആണ് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, എന്നിട്ട് അത് ആംപ്ലിഫൈ ചെയ്യുന്നു, അതിന് ട്രിപ്പ് സർക്യൂട്ടിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസ് റിലേ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇമ്പിഡൻസ് റിലേ, ഒരു ഡിസ്റ്റൻസ് റിലേ, ഇറ്റ് ഈസ് മെയിൻലി വർക്ക്ഡ് ഓൺ ദി റേഷ്യോ ഓഫ് V/I. V/I എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും V/I എന്ന് പറയുന്നത് സെറ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ വാല്യൂസ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് the measured impedance fall below this threshold value indicate value. അപ്പോൾ സെറ്റ് വാല്യൂ ഒരു നിശ്ചിത വാല്യൂവിനേക്കാൾ കുറയുകയാണെന്നുണ്ടെങ്കിലാണ് ഇമ്പിഡൻസ് കുറഞ്ഞു എന്ന് അറിയുന്നതും അവിടെ എന്തോ ഫാൾട്ട് സംഭവിച്ചു എന്ന് അറിയുന്നതും നമ്മൾ ട്രിപ്പ് സർക്യൂട്ടിനെ എനേബിൾ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഒരു പൊളാരിറ്റി ഡിറ്റക്ടർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ആ പൊളാരിറ്റി ഡിറ്റക്ടർ ഫാൾട്ടിൻ്റെ ഡയറക്ഷൻസ് ഏത് രീതിയിലാണെന്ന് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. പൊളാരിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് സോണിലാണ് നമുക്കത് ഫാൾട്ട് സംഭവിച്ചത്, ട്രാൻസ്മിഷൻ ലൈനിൻ്റെ ഏത് സോണിലാണ് ഫാൾട്ട് സംഭവിച്ചത്, നമ്മൾ ഈ സോണൊക്കെ നേരത്തെ തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ആ ഏത് സോണിലാണ് നമ്മൾ ഫാൾട്ട് നടന്നതെന്ന് മനസ്സിലാക്കി അവിടുത്തെ മാത്രം നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു മൈക്രോ പ്രൊസസർ ബേസ്ഡ് ഡിജിറ്റൽ റിലേ. ഇത് കുറച്ചും കൂടെ എളുപ്പമുള്ളൊരു റിലേ ആണ്. നമ്മൾ രണ്ട് ഇൻപുട്ട് സിഗ്നൽസ് കൊടുക്കുന്നു. ഓക്കെ, ഇറ്റ് വിൽ ബി കറന്റ് ഓർ വോൾട്ടേജ്, അല്ലെങ്കിൽ രണ്ടിലും കറൻറ്റും അല്ലെങ്കിൽ രണ്ടിലും വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നു. ഓക്കെ, വാട്ട് എവർ ഇറ്റ് മേ ബി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇതൊക്കെല്ലാം അനലോഗ് സിഗ്നൽ വാല്യൂ ആണ്. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എല്ലാം അനലോഗ് വാല്യൂ ആണ്. സോ അതിനുള്ളിലുള്ള മൈക്രോ പ്രൊസസറിനകത്തുള്ളതിനെ അനലോഗ് ടു ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അനലോഗ് ടു ഡിജിറ്റലായി കിട്ടിയതിന് ശേഷം ഡിജിറ്റലായിട്ട് കിട്ടുന്ന ഡാറ്റേനെ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ പ്രോസസ്സ് ചെയ്യുന്നു, ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ ഒരു പൊട്ടൻഷ്യോമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. ആ പൊട്ടൻഷ്യോമീറ്ററിന് കിട്ടുന്ന അനലോഗ് വാല്യൂവിന് ഡിജിറ്റലാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ ഡിവൈഡഡ് ബൈ 1024 ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ലാബിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഡിജിറ്റലാക്കി കിട്ടിയിരിക്കുന്ന വാല്യൂ, ഇപ്പോൾ ഡിജിറ്റലാക്കി കിട്ടുന്ന വാല്യൂ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു പ്രീസെറ്റ് വാല്യൂ 2 ആംപിയർ ആണെന്ന് വിചാരിക്കുക. ആ 2 ആംപിയർ ആണ് നമ്മൾ പ്രീസെറ്റ് വാല്യൂ. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്ത് ഡിജിറ്റലാക്കി കിട്ടിയ ശേഷം 2നെ എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തതുപോലെയുള്ള കൺട്രോൾ ആൻഡ് ഔട്ട്പുട്ട്സ് നമുക്ക് കിട്ടുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന മെമ്മറി ലൊക്കേഷനിൽ ഇൻപുട്ട് കൊടുക്കുന്നു, ഇന്ന മെമ്മറി ലൊക്കേഷനിൽ ഔട്ട്പുട്ട് കൊടുക്കുന്നു, ഇന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ ഡിജിറ്റൽ പ്രോസസ്സറിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്ത് വെക്കുകയാണ്. എന്ത് വന്നാലാണ് നോർമൽ കണ്ടീഷൻ, എന്ത് വന്നാൽ എക്സീഡ് ചെയ്യുന്നു, എന്ത് വാല്യൂസ് വന്നാൽ എങ്ങനെ വർക്ക് ചെയ്യണം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആലോചിച്ച് നോക്കിയേ. ഒരു 1 ആംപിയർ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ,
ഒരു 1.5 ആംപിയർ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 3 സെക്കൻഡ്സിനുള്ളിൽ ട്രിപ്പ് ചെയ്യണം. അതല്ല ഒരു 2 ആംപിയറിനും വന്നു കഴിഞ്ഞാൽ വിത്തിൻ 2 സെക്കൻഡ്സിനുള്ളിൽ ട്രിപ്പ് ചെയ്യണം. അല്ലെങ്കിൽ 5 ആംപിയർ ഒക്കെ വരികയാണെങ്കിൽ വിത്തിൻ 1 സെക്കൻഡിനുള്ളിൽ ട്രിപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോഡിങ്ങിലൂടെ കൊടുക്കാനും പറ്റും. അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഔട്ട്പുട്ടും കൺട്രോൾ വേരിയബിൾസും നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ എന്തൊക്കെയാണ് കുറേ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ഓൺലി മേരി വാർഡൻ ഓൺ CT ആൻഡ് PT നമുക്ക് കുറച്ച് ലോസോ അല്ലെങ്കിൽ അതിനുള്ള വാല്യൂസ് നമുക്ക് വളരെ കുറവായിട്ടുള്ള വാല്യൂസ് മാത്രം കൊടുത്താൽ മതി. പിന്നെ it will be accurately display the values, പിന്നെ വെരി ഫാസ്റ്റബിൾ മാനർ ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ പ്രോഗ്രാമിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഡാറ്റാസ് എടുത്തിട്ട് വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സിലോ കൗണ്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ ഒരു യൂണിറ്റിന് കുറേ റിലീസിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അലേർട്ട് കൊടുക്കുക അങ്ങനെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ മൈക്രോ പ്രൊസസർ ബേസ്ഡ് റിലേ ഒന്നും കൂടെ വൃത്തിയായിട്ട് പറയുകയാണെങ്കിൽ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള മൈക്രോ പ്രൊസസർ ബേസ്ഡ് ഓവർ കറണ്ട് റിലേ ആണെന്നുണ്ടെങ്കിൽ CT ഉണ്ട്. ഓക്കെ, CT നമുക്ക് കിട്ടുന്ന വാല്യൂസ് കറണ്ടിൻ്റെ വോൾട്ടേജ് ചെയ്യുന്നു, അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മൾ ഡാറ്റാസ് ഉള്ളിലേക്ക് കൊടുക്കുന്നു. മൾട്ടിപ്ലക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനി ഇൻപുട്ട് 1 ആണ് വരുന്നത്. അതിന് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് പോകുന്നു, പോർട്ട് എയിലേക്ക് പോകുന്നു. എന്നിട്ട് പോർട്ട് എയിലേക്ക് കിട്ടിയ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ട്രിപ്പ് സിഗ്നൽ ടു ദി സർക്യൂട്ട് ബ്രേക്കർ. ഓക്കെ, അപ്പോൾ ഇവിടെ SN IDC എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് ഉണ്ട്. S1 എന്ന് പറഞ്ഞാൽ സിഗ്നൽ 1, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള DC വാല്യൂ എന്നുള്ളതൊക്കെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യാം. ഓക്കെ, അത് ആ ഒരു മൈക്രോ പ്രൊസസറിൻ്റെ ഇൻപുട്ട് ആൻഡ് അല്ലെങ്കിൽ ഇൻപുട്ടും പോർട്ടിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ എത്ര എണ്ണം വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഔട്ട്പുട്ട് ഓരോ സർക്യൂട്ട് ബ്രേക്കറിൽ വേണമെങ്കിലും കണക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു സർക്യൂട്ട് 1 ഉണ്ടെന്ന് വിചാരിക്കുക, അത് മൈക്രോ പ്രൊസസറിനകത്ത് പോയി ഇറ്റ് വിൽ ബി കൺട്രോൾ യുവർ സർക്യൂട്ട് ബ്രേക്കർ 1. ഓക്കെ, റിലേ കോയിൽ 1. അതേപോലെ സർക്യൂട്ട് 2 അതിന് ഇൻപുട്ട് വരുന്നുണ്ട്, അത് രണ്ടാമത്തെ സർക്യൂട്ട് ബ്രേക്കറിനെ കൺട്രോൾ ചെയ്യുന്നു. സോ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിതിൽ കണക്ട് ചെയ്യാൻ വരും, എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ ഒരു പ്രോഗ്രാമായിട്ട് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നു, പോർട്സ് ഇനീഷ്യലൈസ് ചെയ്യുന്നു, സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സർക്യൂട്ട് ബ്രേക്കർ ക്ലോസ്ഡ് ആണെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ അർത്ഥം എന്ത്, ആ സിസ്റ്റം ഇപ്പോൾ നോർമലായിട്ട് വർക്ക് ചെയ്യുന്നു. ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫാൾട്ട് നടന്നതിന് ശേഷം ഓപ്പൺ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ ക്ലോസ്ഡ് ആണ്, അതെ. അപ്പോൾ സെൻഡ് ടു മൾട്ടിപ്ലയർ, സ്വിച്ച് ഓൺ ദി ടു ഗെറ്റ് ഫസ്റ്റ് IDC, ഫസ്റ്റ് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് ചെക്ക് ചെയ്യുന്നു. അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ട് ചെയ്യാൻ പോകുന്നു, കൺവേർഷൻ കഴിഞ്ഞു നോക്കുന്നു, കൺവേർഷൻ കഴിഞ്ഞതിന് ശേഷം ആ വാല്യൂസ് കിട്ടുന്നു. അപ്പോൾ ആ കിട്ടിയ വാല്യൂ പിക്കപ്പ് കറണ്ടിനേക്കാൾ കൂടുതലാണ്. പിക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നേരം പ്രീസെറ്റ് വാല്യൂ എന്ന് പറഞ്ഞ പോലെയാണ് പിക്കപ്പ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ പിക്കപ്പ് കറണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിന് ഡിലേ വല്ലതും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ഡിലേ ഉണ്ടെങ്കിൽ ഡിലേ ആ ടൈം കഴിഞ്ഞ ശേഷം സിഗ്നലിലേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ വീണ്ടും ഇനീഷ്യൽ പൊസിഷനിലേക്ക് വന്ന് നിൽക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് മതി.